ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ കുഞ്ഞു വ്ളോഗ്. വെറും 2 മിനിറ്റിൻ്റെ വ്ളോഗാണ് കേട്ടോ. എനിക്കൊരു സമയത്ത് ഡയറി എഴുതുന്ന പരിപാടി ഉണ്ടായി, പിന്നെ അതങ്ങ് പോയി. പിന്നെ ഇടക്കാലത്ത് വീണ്ടും തുടങ്ങി. അപ്പം ഞാൻ ഈ ഡയറി എഴുതുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചിന്ന കാര്യങ്ങളൊക്കെയാണ്. ആ ചിന്ന കാര്യമാണെങ്കിലും ഞാൻ ഒഴിവാക്കത്തില്ല, ഇങ്ങനെ അങ്ങ് എഴുതും. എനിക്ക് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്നാ, എൻ്റെ ബാംഗ്ലൂർ സീരീസ് കണ്ടവർക്കറിയാം, തിരിച്ച് ഞാൻ ട്രിവാൻഡ്രത്തെത്തി. ജോലിക്ക് കയറണം. നൈറ്റ് ഷിഫ്റ്റാണ്. അയ്യോ, നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് ഇന്ന് സാരിയും ബ്ലൗസും ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം എത്തിനിക്ക് വേറെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ സാരിയാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ബിഫോർ സാരി ഉടുക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൈയൊക്കെ വാക്സ് ചെയ്യും. ഞാനിങ്ങനെ ആണ്ടിലോ സംക്രാന്തിക്കോ കൈയൊക്കെ വാക്സ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ സാരി ഉടുക്കുമ്പോഴോ ഒക്കെ. ഇതാണ് ഞാൻ ഇടാനിരിക്കുന്ന ബ്ലൗസ്. എനിക്ക് കോട്ടൺ സാരി വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചൂട് മീൻ കറിയും തക്കാളിക്കച്ചാറും മീൻ വറുത്തതും എല്ലാം ഉണ്ടായി. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പ്ലാൻ ചെയ്യുന്നോ അതൊന്നും ലാസ്റ്റ് മിനിറ്റ് നടക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റസ് സംഭവിക്കും. അങ്ങനെ ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചത്. ഡ്യൂ ടു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസ് എനിക്ക് സാരി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സാരിയും ബ്ലൗസും എടുത്ത് ഞാൻ നേരെ അലമാരിക്കകത്ത് വെച്ചു. പിന്നെ തേച്ച് വെച്ച ഷർട്ടും പാൻറ്റും എടുത്തിട്ടു. അങ്ങനെ എൻ്റെ ഒരു എത്നിക് വെയർ ഷർട്ടിലും പാൻറ്റിലും ആയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാ തവണയും നമ്മൾ ഓണത്തിന് സാരിയും ബ്ലൗസും വേഷ്ടിയൊക്കെ നമ്മൾ ഉടുക്കാറുണ്ട്. ഇപ്രാവശ്യം നടന്നില്ല. ബാഡ് ലക്കല്ല, മേ ബി ഗുഡ് ഫോർ സം റീസൺ ആയിരിക്കാം. എനിവേ, എന്തായാലും നമ്മൾ ഓണം അടിപൊളിയായിട്ട് ഓഫീസിൽ ആഘോഷിച്ചു. ഓഫീസും റിനോവേഷനായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഓണം ആഘോഷിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഓണം മറ്റേ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ആഘോഷിച്ചു, അന്തസ്സായിട്ട് ആഘോഷിച്ചു. പിന്നെ നമ്മുടെ ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നത് ഈ ബ്യൂട്ടിഫുൾ ഫ്രെയിമോട് കൂടിയിട്ടാണ്, സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.